ഒരുപാട് വേദന അനുഭവിച്ച സമയത്ത് 10ലും 12ലും പഠിക്കുന്ന 2 പിള്ളേരാണ് കൂടെ. ഇന്നലെ കണ്ടു ഞാൻ എവിടെയോ ആ ബോഡി സുഖമായിട്ട് കലാഭവനിൽ ട്രിവാൻഡ്രം. ഈ പിള്ളേർ രണ്ടും നിൽക്കുന്നത് രണ്ടും ഇങ്ങനെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഇത് കാണുമ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ ഇത്രയും സുരക്ഷിതരായി വളർത്തി കൊണ്ടുവന്നതിനെ പറ്റി എന്നുള്ളത് അത് അനുഭവിക്കുന്ന അമ്മമാർക്കേ അതറിയുള്ളൂ. പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഒരു പ്രായമെത്തുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട. ഏതായാലും ഇത്രത്തോളം എത്തി. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ അമ്മ എന്ന് പറയുന്നത് 2 പേർക്കും വലിയ സ്നേഹം. അത് തുടർന്ന് പോട്ടെ മരണം വരെ. ഇപ്പം ഇതിലെ ചേച്ചീൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിലേ പൊതുവെ നമ്മൾ ഒരുപാട് ഇപ്പോൾ പൃഥ്വിയുടെ ഒക്കെ കൂടെ അമ്മയായിട്ട് കുറേ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു അമ്മയല്ല, എന്ന് പറഞ്ഞാൽ കുറച്ച് തഗ്ഗൊക്കെ ആയിട്ടുള്ള കുറച്ചധികം ചില്ലായിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പം ഇതിലെ അമ്മച്ചി എങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ? ഇതിലെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഈ അമ്മച്ചി ജീവിതം ഒരുപാട് കണ്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവിടെ ചെറിയ കുഞ്ഞായാലും ശരി, എൻ്റെ മകൻ ഷാജോണാണെങ്കിലും ശരി, ഓരോ കാര്യങ്ങളിൽ ഓരോ പ്രശ്നം വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ വേദന ഉണ്ടെങ്കിലും അത് കാണിക്കാതെ എടാ ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സർവ്വസാധാരണമല്ലേ, ഇതിനൊക്കെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ളൊരു പക്വത വന്നൊരു ലോകം കണ്ട സ്ത്രീയെ ഇവർ. അപ്പോൾ വേണേ അമ്മച്ചിക്ക് കൂടെ കൂട്ടത്തിരുന്ന് കരയാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് ഈ അമ്മച്ചിയെ കിട്ടത്തില്ല. അമ്മച്ചി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ അത്യാവശ്യം തമാശ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ നല്ല ഞാൻ പറഞ്ഞില്ലേ, കാരണം ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും വാസ്തവത്തിൽ ഇങ്ങനെ ആയിരിക്കണം കുടുംബം. കണ്ടോ മക്കളെ, ഇത് ഇങ്ങനെ ആയിരിക്കണം സഹോദരങ്ങൾ, ആണായാലും പെണ്ണായാലും ശരി. ഇതാണ് സഹോദര ബന്ധം എന്ന് പറഞ്ഞത്. ഇതാണ് അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം. ഇതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. ഇതൊക്കെ ഒരുപാട് പാഠങ്ങൾ കണ്ടിട്ട് നമുക്കൊരു സന്തോഷമാണ് തോന്നുന്നത്. അല്ലാതെ ഒരു ഗുണപാഠം പറഞ്ഞു കൊടുക്കുകയല്ല. അവിടുത്തെ രസകരമായ ചില സംഭവങ്ങൾ കണ്ടിട്ട് നമുക്ക് സത്യം പറയണത് നമുക്ക് ഉള്ളിലൊരു ചിരി വരും. അതുപോലെ തന്നെ ചില വിഷമങ്ങൾ കാണുമ്പോൾ അയ്യോ നമ്മളും അനുഭവിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ വിഷമങ്ങൾ ഈശ്വര എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഈ പടം ആകെ മൊത്തം കണ്ടിറങ്ങുമ്പോൾ ഒരു നല്ല പടം കണ്ടു എന്നുള്ളൊരു സന്തോഷം തോന്നും, യാതൊരു സംശയമില്ല. വേറൊരു കമന്റ് ഇതാണ്, ഇതുപോലെ ഒരു അമ്മയെ കിട്ടാനും തപസ്സിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ മക്കൾക്ക് അങ്ങനെ തന്നെ രണ്ടുപേരും പറയും അമ്മയില്ലാതെങ്കിൽ ഞങ്ങൾ ആരും ആകുമായിരുന്നില്ല എന്നൊക്കെ. മറ്റേ ഓസ്ട്രേലിയ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 9 മാസം ഓറിയൻറ്റേഷൻ അങ്ങനെ ഏതാണ്ട് അവസാനത്തെ ഘട്ടമെത്തി. അവിടെ പോയി ഫസ്റ്റ് ഇയറിൽ അവരെന്തോ ഒരു വലിയ എന്തോന്ന് ലോട്ടസാ എന്തോ ഒരു അവാർഡൊക്കെ കിട്ടി, നല്ല റാങ്കോട് കൂടി പാസ്സായി. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രയാസമായിരുന്നു. അപ്പോൾ പറഞ്ഞു 35 വയസ്സ് വരെ സമയം തരാം, പോയിട്ട് വന്നിട്ട് എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ വന്നപ്പോൾ എന്തോ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ പടങ്ങളായപ്പോഴാണ് ഞാനുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത്. അമ്മ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, നീ ഓസ്ട്രേലിയയിൽ പോയി ഡിഗ്രിയൊക്കെ എടുത്തു, ഇവിടെ വരുന്നു, എനിക്ക് സിനിമ മതി എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന പോക്കും കൂടെ വെറുതെ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ആ സാമാന്യ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, നീ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും അച്ഛൻ്റെ ഒരു നിർദ്ദേശപ്രകാരം. ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്യും, തിരിച്ച് ചെയ്യും. 35 വയസ്സ് വരെ ഉണ്ടല്ലോ, 1-2 വർഷം ഇവിടെ നിന്ന്. അപ്പോൾ അന്ന് ഏതാണ്ട് 20-21 വയസ്സേ ഉള്ളൂ, അല്ല 19 വയസ്സേ ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തെ ഈ 12th കഴിഞ്ഞവൻ ഈ IDP ഓസ്ട്രേലിയ വഴി പോയതാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പ്രായം എത്ര സമയം അവർ തന്നിരിക്കല്ലേ. ഈ 2 വർഷം കൊണ്ട് അവന് ഒരുപാട് പടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് മുടങ്ങാതെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അത് തിരിച്ചു വരുമ്പോഴും നിനക്ക് ഇതിനെക്കാട്ടി വലിയ പടങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? അതപ്പോൾ ഞാനമ്മയെ പടം അഭിനയിക്കണ്ടേ? ഞാൻ പറഞ്ഞു പിന്നെന്താ പോകണ്ട. അത് ഞാൻ അമ്മയുടെ ചോദിക്കാൻ മടിച്ചിട്ട് ചോദിക്കാത്തത്. പക്ഷെ അവർ പോലെ രാജുവിനെ സംബന്ധിച്ച് പക്ഷെ എന്നാലും അതുകൊണ്ടൊരു കുറവൊന്നും എനിക്ക് കാണുന്നില്ല. അവർ ഒരുപാട് ഈസ് എ വെരി വൊറേഷ്യസ് റീഡർ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്ത് ചോദിച്ചാലും ഞങ്ങളൊക്കെ പറയുന്നതിൽ നല്ല ഉത്തരങ്ങൾ രാജുവിൻ്റെ ഇത് കിട്ടും. അത് അവൻ്റെ ഒരു വായനാശീലം കൊണ്ട് തന്നെയാണ്. ഓഫ് കോഴ്സ് ഇന്ദ്രനും ഓഫ് കോഴ്സ് എൻജിനീയറിംഗ് ഡിഗ്രി ഹോൾഡറാണ്, കമ്പ്യൂട്ടർ എൻജിനീയറാണ് അവന്. അതൊക്കെ കഴിഞ്ഞ് SSB എഴുതാൻ പോയി. അത് ഈ പറഞ്ഞ പോലെ വിജയ് തമ്പി ആനി എന്നും പറഞ്ഞൊരു ടെലിഫിലിം, അവിടെ നിന്ന് ടക്കെന്ന് നമ്മുടെ വിനയൻ സാറിൻ്റെ ഊമപ്പെടലൂരിയാണ് പയ്യൻ. ഇങ്ങനെ തുടരെ അങ്ങ് പോയി. പിന്നെ ഞാൻ വിചാരിച്ച പണ്ട് അച്ഛൻ സുഖോട്ടം പറയും, സൈനിക സ്കൂളിൽ ചെന്നിരുന്ന സ്കൂളിലേക്ക് ഇത് കറങ്ങി തിരിഞ്ഞ് 2 സിനിമയിലാണ് എന്ന് പറയുമായിരുന്നു. അതുപോലെ ഞാൻ അവരുടെ പൃഥ്വി എഴുതിയ ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടോ. കാരണം ഒരു കവിത പ്രസിദ്ധീകരിച്ചു മാഗസിനിൽ, നമ്മുടെ ഹൃദയകുമാരി ചേച്ചിയൊക്കെ ടീച്ചറൊക്കെയാണ് അതിൻ്റെ ജഡ്ജായിട്ടൊക്കെ വന്നത്. അപ്പോൾ നോക്കുമ്പോൾ 2 സഹോദരന്മാർ, അച്ഛൻ നഷ്ടപ്പെട്ട 2 സഹോദരന്മാർ, പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലല്ല അത് സുഖട്ടനുണ്ട്, എന്തോ ഒരു ഇതിനകത്ത് ഇവർ 2 പേരും കൂടെ സൂയിസൈഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ. എൻ്റെ പൊന്നെ പ്രിൻസിപ്പലും രജിസ്ട്രാറും ഹെഡ് മാസ്റ്ററും എല്ലാവരും കൂടെ വിളിക്കുന്നു. ചേച്ചി, ഹൃദയ ചേച്ചി എൻ്റെ ഒരു കസിനും കൂടെയാണ്. ഹൃദയ ചേച്ചി സുഗതകുമാരി ഞങ്ങളെ കസിൻസാണ്.
വിളിച്ച് പറഞ്ഞു ഒന്ന് അവനോട് സംസാരിക്കുക, എന്താ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൊച്ചുകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നൊക്കെ ചോദിച്ചു കൊടുക്കുക. ഞാനും സുഖമായിട്ടും കൂടെ പോയി. അപ്പം സുഖമായിട്ടും അറിയാം രാജുവിനെ, അവൻ ഈ ടൈപ്പാണ്, അവനൊരു പ്രത്യേകത തോന്നുന്നു, എന്തിനും കയറി ചാടുന്നവരാ അവന്. അപ്പോൾ വിളിച്ച് പ്രിൻസിപ്പലൊക്കെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഒരു സംഭവം എനിക്ക് ഇങ്ങനെ മനസ്സിൽ വന്നു, ഞാനത് കവിത വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ട് തർക്കിക്കുക. അതോടുകൂടി ഇവർ അവിടെ തീർന്നത്. എന്തോ മാനസിക പ്രശ്നമുണ്ട് ഈ കുഞ്ഞ് ആത്മഹത്യയെക്കുറിച്ച് എഴുതിയെന്നൊക്കെ പറഞ്ഞായിരുന്നു അന്നൊരു ചർച്ച. ചെറുപ്പം മുതലേ കുറച്ചധികം നമ്മൾ ചിന്തിക്കുന്ന ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ചുകൊണ്ട്. അതെ, അതല്ല ശരി. അതിന് ഇപ്പോഴും ഉണ്ടല്ലോ ഒരു പടം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അയ്യോ ഇതൊക്കെ എനിക്ക് അതാണ് 100 ദിവസം ഓടുന്ന പടത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ നാളെ സംസാര വിഷയമായേക്കാവുന്ന പടങ്ങളിൽ നമ്മൾ അഭിനയിക്കണം എന്നൊക്കെ പറയുന്ന ആളാണ് പൃഥ്വി. ഇപ്പൊ അനു ആണെങ്കിൽ ഇതേപോലെ ഭാഗ്യത്തിന്റെ കാര്യം ഒരുപാട് കേട്ടിട്ടുണ്ടോ, നല്ല ഭാഗ്യമുള്ള കുട്ടിയാണെന്നോ അല്ലെങ്കിൽ ഇതുള്ളതുകൊണ്ട് നല്ല ഭാഗ്യമാണെന്നൊക്കെ ലൈക്ക് കേട്ടിട്ടുണ്ടാവില്ലേ ഒബ്വിയസ്ലി. അപ്പൊ അതിനോട് എങ്ങനെ ശരിക്കും റിയാക്ട് ചെയ്യാറുള്ളത്? കാരണം നമ്മൾ ഭാഗ്യം എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് എന്താണെങ്കിലും നമ്മൾ ഒരുപാട് ലേറ്റ് നൈറ്റ്സും നമ്മുടെ കഷ്ടപ്പാടുകളും കുറെ സംഭവങ്ങളും നമ്മൾ ഒഴിവാക്കുന്ന പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആൾക്കാർ ഭാഗ്യം എന്ന് പറയുമ്പോൾ എന്താ തോന്നാറുള്ളത്? അല്ല, വേറൊന്നുമല്ല, സന്തോഷമേ തോന്നാറുള്ളൂ. ഈ ഭാഗ്യം എന്ന് പറയണത് വെറുതെ ഉണ്ടാവില്ല. വെറുതെ വീട്ടിലിരുന്നാൽ നമുക്ക് ഭാഗ്യം ഉണ്ടാവില്ല. നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടാലേ ഭാഗ്യം ഉണ്ടാവുള്ളൂ. ഇപ്പം ലേറ്റ് നൈറ്റ്സ് ഷൂട്ട് ഉണ്ടാവും, പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും, പല പരിപാടികളും മാറ്റി വെക്കേണ്ടി വരും ചിലപ്പോൾ ചില സിനിമകൾ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ആളുകൾ പറയണത് നമ്മൾ കാണുമ്പോൾ ഭാഗ്യമുള്ള കുട്ടിയാണെന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്യാണ്ട് ഞാൻ രാത്രി ഷൂട്ട് ചെയ്യില്ല, എനിക്ക് ഉറക്കമൊഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സിനിമകൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം കഷ്ടപ്പെടുന്നത് അനുസരിച്ച് നമുക്ക് ഭാഗ്യം നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനൊക്കെ എക്സാമ്പിൾസ് ഇപ്പം മല്ലികാൻ്റെ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് അറിയാനുണ്ട്. അത് നമ്മളുടെ കഷ്ടപ്പാടിന് എന്നായാലും അതിന് തിരിച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഭാഗ്യം അതാണ്, വേറൊന്നുമല്ല. കഷ്ടപ്പെടുന്ന സമയത്ത് അയ്യോ കഷ്ടമായി പോയി, ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ പിടിക്കുക, അത് പറയാൻ ആരുമില്ല. ഒരു നന്മ വരുമ്പോഴാണ് ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ഈശ്വര പാവം അവൻ എന്തെല്ലാം അനുഭവിച്ചു എന്ന് പറയാനും കൂടെ വേണ്ടേ കുറച്ച് പേര്. അതാരും പറയില്ല. പക്ഷേ ഞാൻ പൊതുവെ എല്ലാവരും അങ്ങനെയാണ്, ചെയ്യാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കലാമണ്ഡലത്തിൽ ഇങ്ങനെ പോയ സമയത്ത് ഞാൻ ഓർത്തായിരുന്നു അനു ഇവിടെയാണല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ 8ാം ക്ലാസ് മുതലാണ് പഠിച്ചു. പിന്നെ 2013 കലോത്സവത്തില് മോഹിനിയാട്ടത്തിന് എ ഗ്രേഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ചെറിയൊരു നാടകം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യം, ഇപ്പൊ മറ്റേ കലോത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് സിനിമയിൽ വരാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻട്രി ഉള്ളൂ എന്നുള്ള കാര്യം. അപ്പം ശരിക്കും അനു വരുന്നത് എന്തിന്റെ ഒരു ബേസിസിലായിരുന്നു ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു? ഞാൻ ഈ പറഞ്ഞതുപോലെ തൃശ്ശൂർ ഒരു കലോത്സവം 2012 or 2013 ആണ്. തൃശ്ശൂർ കലോത്സവം, അതിൽ ഇൻ്റർവ്യൂസ് എടുക്കും. ഇപ്പം കലോത്സവം, സ്റ്റേറ്റ് കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമായിരുന്നു എനിക്കൊക്കെ അന്ന്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ക്യാമറ ആയിട്ട് ചുറ്റും നിൽക്കും. കാരണം ഇതിൽ ആർക്കാണ് ഫസ്റ്റ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂസ് എടുത്ത് വെക്കും, ചാനലിലൂടെ അവർ അത് വിടും, പുറത്തേക്ക് വിടും. അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് ആദ്യമായിട്ടൊരു സിനിമയിലേക്ക് ഇങ്ങനെ അന്വേഷിക്കുന്നത് ഈ കുട്ടി എവിടെ നിന്നാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ രഞ്ജിനി മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമ പ്രവർത്തക ഉണ്ടായിരുന്നു, അവരായിട്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ നേരിട്ട് വിളിക്കുന്നത്. ഞാൻ നേരിട്ട് പോയി കണ്ടു. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള വരവ്. കലോത്സവം തീർച്ചയായിട്ടും ഒരു വഴിയാണ് എനിക്കുണ്ടായത്, ഉണ്ടാക്കിയെടുത്തത്.